ആ ഒരു ബാങ്കിനെ വരെ ഇങ്ങനെ തള്ളിപ്പറയുമ്പോൾ, തള്ളിപ്പറയല്ല, അത് അതിനേക്കാട്ടിൽ ഉപരി അങ്ങേ അറ്റം ഉള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് ആ ബാങ്കിനെ കളിയാക്കിയിട്ട് പരിഹസിച്ചിട്ട്, അത് ഏതൊരു മുസ്ലിം സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ കേട്ട് കഴിയുമ്പോൾ സഹിക്കൂല. അതിനെ കുറെ നിങ്ങൾ മദ്രസ പൊട്ടത്തിയാണ്, അങ്ങനത്തെവളാണ് ഇങ്ങനത്തെവളാണ് വിളിച്ചോ, എനിക്ക് സന്തോഷമുള്ളൂ. നിങ്ങൾ വിചാരിക്കും അങ്ങനെ മദ്രസ പൊട്ടത്തി എന്ന് പറയുമ്പോൾ ഞാനങ്ങ് അലിഞ്ഞില്ലാണ്ടായി പോകും, ഞാനങ്ങ് എന്തെല്ലോ എന്തായി, ഒന്നുമില്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണത്. കാരണം ഞാൻ മദ്രസ പഠിച്ചുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ മദ്രസ പൊട്ടത്തി എന്ന് വിളിക്കുന്നേ. എൻ്റെ ഉള്ളിൽ ആ ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ എനിക്കത് കേട്ടിട്ട് ആ ബാങ്കിനെതിരെ പ്രതികരിക്കാൻ തോന്നിയതും അതുകൊണ്ടല്ലേ. അപ്പം അതിലൊക്കെ എനിക്ക് അഭിമാനമുള്ളൂ കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നതല്ല, നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ് ഞാൻ ചിന്തിച്ച് നടക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളെ ജാമിദാനോടായിട്ടാണ് എനിക്ക് പറയാൻ, എനിക്ക് നിന്നെപ്പോലെ തരം താന്ന സ്ത്രീകളോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ല. ഓക്കെ, നീ ഇട്ട ആ പോസ്റ്റിൽ നിന്ന് തന്നെ നിന്റെ നിലവാരം എന്താ എന്നുള്ളത് നീ തെളിയിച്ചു തന്നതാണ്. മനസ്സിലായോ? നീ തെളിയിച്ചതാണ്. ആ പോസ്റ്റിൽ നിന്ന് തന്നെ നീ തെളിയിച്ചതാണ് എന്താ നിന്റെ ഒരു നിലവാരം എന്നുള്ളത്. പിന്നെ നീ ഇടുന്ന ടീഷർട്ട് ആയിക്കോട്ടെ, ടീഷർട്ടിലായിക്കോട്ടെ, മറ്റുള്ള വേഷത്തിലായിക്കോട്ടെ, ഇതുവരെ പൊതുജനത്തിന്റെ മുമ്പിൽ ഞാൻ വന്നിട്ടില്ല. അതാണ് ഞാൻ ഫസ്റ്റിൽ നിങ്ങളോട് ചോദിച്ചത്, എൻ്റെ വേഷവിധാനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടാത്തത് തോന്നിയിട്ടുണ്ടോ? ജാമിദാനെ പോലെയാണോ ഞാൻ പബ്ലിക്കിന്റെ മുമ്പിൽ വരുന്നത്? ജാമിദക്കും ആരിഫിനും ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണെന്നറിയാവോ? നല്ല നിലയിൽ നല്ല സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ട് തെറ്റിനെ തെറ്റായിട്ട് കാണാതെ എന്ത് തെറ്റും കൊണ്ട് എങ്ങനെ വേണമെങ്കിലും കളിച്ചുകൊണ്ട് ജീവിക്കാം. അതിനാണ് അവർ ഇസ്ലാം മതം ഉപേക്ഷിച്ചത്. ഇസ്ലാം മതത്തിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൻ്റെ ആ ഒരു സർക്കിളിൻ്റെ ഇതിൽ നിന്നുകൊണ്ട് മാത്രമേ ഇസ്ലാം ഒരു മുസ്ലിം എന്ന രീതിയിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ജീവിച്ചിട്ട് കാര്യമില്ല, ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അതൊക്കെ വെറ്റങ്ങൾക്കറിയാം. അപ്പോൾ അതിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് കണ്ടിട്ടാണ് അവർ പുറത്തു പോയത്. കഞ്ചാവ് അടിക്കാനും മദ്യപിക്കാനും പെണ്ണ് പിടിക്കാനും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും യുക്തിവാദികൾക്ക് എന്താണ്? ഹലാലാണ്. സ്വന്തം ഉമ്മാനെ ഞാൻ പറയണോ? എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? ജാമിദ പറയിപ്പിക്കണോ? സ്വന്തം ഉമ്മാനെയും പെങ്ങളെയും ഭോഗിക്കാനായാലും മറ്റുള്ളത് എന്തിനായി കഴിഞ്ഞാലും എന്താണ് നിങ്ങളെ യുക്തിവാദത്തിൽ അത് ശരിയാണ് അല്ലേ? ഇസ്ലാമിൽ അത് ഹറാമാണ്. അപ്പോൾ ഇസ്ലാം മതം വിശ്വസിച്ചിട്ട് ജീവിക്കുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. തെറ്റിനെ തെറ്റായി കണ്ടുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാനാണ് ഇസ്ലാം മതം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനെതിരെ ഇങ്ങനെ പറയുന്നവരെ വന്നിട്ട് താറടിച്ച് കാണിക്കലല്ല യുക്തിവാദം.